ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്നറിയോ? നമ്മൾ അടിപൊളിയായിട്ട് മീനച്ചാർ ഇടാൻ പോണേ. കുറച്ചധികം മീനച്ചാർ എനിക്ക് ഇടാണ്ട്, കാരണം എനിക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെറുതായിട്ടൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, മീനച്ചാർ ഉണ്ടാക്കുന്നു, ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, കുറച്ച് മെല്ലെ ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള മീനെടുത്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് നല്ലെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ള മീൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. നമുക്ക് 3-4 കിലോ ഓർഡർ ഉണ്ട്, അത് കാരണം കേട്ടോ അങ്ങനെ എടുത്തേക്കണേ. എന്നിട്ട് ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പില ഇട്ട് അതിന് നല്ല മണം വരും കേട്ടോ, നല്ലെണ്ണയിലായതുകൊണ്ട്. എന്നിട്ട് ആവശ്യത്തിലുള്ള മീൻ നമ്മളതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ മോൻ നന്നായിട്ട് ഒച്ചയുണ്ട് കേട്ടോ, അത് കാരണം കൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയത്. അപ്പം മീൻ നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. 3-4 പ്രാവശ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണ്ടേ. പിന്നെ നമ്മുടെ ഈ കാണുന്ന ജാറിലാട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വിഷയമാണ് കാരണം എന്താ പറയട്ടെ, നമ്മൾ ജാറിലൊക്കെ അരിക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകും. ശരിക്കും ഇതിൽ നന്നായിട്ട് കഷ്ണം കിടക്കും പോലെ കിടക്കണം കേട്ടോ. അധികം പീസാണ് വരുന്നത്, വലുത് ചെറിയ പീസായിട്ട് കിടക്കണം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല കുഞ്ഞു പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണ്ടേ. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ ഇടണം കേട്ടോ. കണ്ടോ, ഈ എണ്ണ ഇത്തിരി കറുത്ത പോലെ ഇരിക്കേണ്ടത്, പക്ഷെ നല്ല എണ്ണ കേട്ടോ. അതിൽ തന്നെ നമ്മൾ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരെ. എന്നിട്ട് ആവശ്യത്തിലുള്ള കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടി വന്ന നമ്മുടെ കറിവേപ്പിനെല്ലാം കുറേ ഇടണം കേട്ടോ, കുറച്ചധികം ഇട്ടോ. നല്ല കറിവേപ്പിനെല്ലാം ഇട്ടിട്ട് അത് നന്നായിട്ട് എന്താ പറയുക ഇതായി സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അതിലിട്ട് കൊടുക്കണം കേട്ടോ. ഇതിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി അതിന് മേലെ വിതറി കൊടുക്കണേ, കാരണം വഴണ്ടി വരുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടുത്ത് കയ്യിൽ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലാണ് അച്ചാറിലേക്ക് നന്നായിട്ട് അത് വഴഞ്ഞ് അടി പിടിക്കാണ്ടും അതേപോലെ തന്നെ നല്ലോണം മണം. എത്രത്തോളം നമ്മൾ ഇളക്കി എടുക്കണം അത്രത്തോളം അത് വഴഞ്ഞ് കിട്ടും കേട്ടോ. ഇതിങ്ങനെ വഴറ്റി അവസാനം ഇതിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം. ഇത് നമ്മൾ വഴറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് അടുത്ത് നിന്നിട്ട് മാറാണ്ട് നന്നായിട്ടൊരു നല്ലോണം സിമ്മിലിടണ്ട, കുറച്ചൊക്കെ ഒരു ഇതിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇത് വഴറ്റി വരുന്നതനുസരിച്ച് എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള മുളക് പൊടി, പിന്നെ മീൻ എത്ര എടുക്കാനനുസരിച്ച് ഇടണം കേട്ടോ. പിന്നെ കുറച്ച് കളറിന് ചില്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി, കുറച്ച് ഞാൻ ഉലുവയും കടുകൊക്കെ ചേർത്ത് വറുത്ത് പൊടിച്ച് വെച്ച കുറച്ച് എൻ്റെ ഒരു മിക്സാട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല സ്മെല്ല് പോണ വരെ മുളകിൻ്റെ സ്മെല്ല് വഴറ്റിയെടുത്തിട്ട് മുളകിൻ്റെ സ്മെല്ല് പോണ വരെ വഴറ്റിയെടുക്കണേ. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അത്യാവശ്യം സുർക്ക ഒഴിച്ച് കൊടുക്കാം, നമ്മൾ കുറേ കാലം സൂക്ഷിച്ച് വെക്കേണ്ടതല്ലേ. അച്ചാറിൽ എപ്പോഴും നല്ല സുർക്കണ്ടേ നല്ലതാട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ എണ്ണയൊക്കെ കണ്ട് തെളിഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ മീൻ അതിലിട്ട് കൊടുക്കണം കേട്ടോ. മീൻ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. അതേപോലെ തന്നെ എത്ര മണി നമുക്ക് സൂക്ഷിച്ച് വെക്കുക. ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ ഇതുവരെ കേടുവരാറില്ല, ഞാൻ എപ്പോഴും പുറത്താട്ട വെക്കാറുള്ളൂ. നന്നായിട്ട് ഇളക്കി ഒരുവിധം തിളച്ച് വന്ന ശേഷം ഇത്തിരി കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നാളെ എടുത്തിട്ട് നമുക്ക് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും കേട്ടോ നമ്മുടെ അച്ചാറിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.